Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായുടെ ജനനത്തിൻ്റെ തൊട്ടു പിന്നാലെയുള്ള ഞായറാഴ്ച എല്ലാ വർഷവും നമ്മൾ അനുസ്മരിക്കുന്നത് കുഞ്ഞി പൈതങ്ങളെയാണ്. മിശിഹായ്ക്ക് വേണ്ടി ജീവൻ വെടിയേണ്ടി വന്ന ആദ്യ രക്തസാക്ഷികളായ ആ കുഞ്ഞി പൈതങ്ങളെ. പൗരസ്ത്യദേശത്തു നിന്നുള്ള ജ്ഞാനികൾ തന്നെ പറ്റിച്ചുവെന്ന് മനസ്സിലാക്കുന്ന ഹേറോദ് രാജാവ്, കാരണം ഹേറോദ് ഇസ്രായേലിൽ ഒരു പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അവരിൽ നിന്നറിയുമ്പോൾ അസ്വസ്ഥനാകുന്നതും ശിശുവിനെ നശിപ്പിക്കാൻ പ്ലാനിടുന്നതുമെല്ലാം 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ മത്തായി സുവിശേഷം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പ്രകാരം ജ്ഞാനികൾ തന്നെ പറ്റിച്ചു എന്ന് മനസ്സിലാക്കുന്ന ഹേറോദാണ് ബെത്ലഹേമിലും അതിന് സമീപ പ്രദേശങ്ങളിലുമുള്ള 2 വയസ്സിനും അതിന് താഴെയുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ശിശുക്കളെയും വധിക്കുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുന്നത്. അതിനു മുൻപ് തന്നെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട യോസേപ്പിനോട് അമ്മയെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട്, മറിയത്തെയും ഉണ്ണിമിശിഹായെയും കൂട്ടിക്കൊണ്ട് മെസ്രയനിലേക്ക് പലായനം ചെയ്യുവാൻ ആവശ്യപ്പെട്ട യോസേപ്പ് അത് അനുസരിക്കുന്നുമുണ്ട്. അങ്ങനെ തിരുക്കുടുംബം അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, ആ അപകടത്തിൽ നിന്ന്. ഈ സംഭവത്തെക്കുറിച്ച്, മെസ്രയനിലേക്കുള്ള പലായനത്തെക്കുറിച്ച് അബ്രാഹാം പിതാവ് പറയുന്നത്, ഒരു കാലത്ത് ദൈവത്തിന്റെ പുത്രരായിരുന്ന ഇസ്രായേൽ ജനതകളെ അടിമകളാക്കി വെച്ചിരുന്ന മെസ്രയൻ ദേശം ഇതാ ഇവിടെ ദൈവപുത്രനായ മിശിഹായ്ക്ക് അഭയസ്ഥലമാകുന്നു എന്ന്. ഈ പ്രദേശത്ത് നിന്ന് ദൈവം ഇസ്രായേലിനെ തിരികെ വിളിക്കുന്നത് പോലെ തന്നെ, ഈജിപ്തിൽ നിന്ന് അത്ഭുതകരമായ മോശയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തുന്നത് പോലെ തന്നെ മിശിഹായെയും തിരികെ വിളിക്കുന്ന രംഗവും മത്തായിയുടെ സുവിശേഷം 13 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രകാരം ശിശുക്കളെ വധിക്കുന്നതിനായിട്ട് ഹേറോദ് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ, ഹേറോദിന്റെ പടയാളികൾ ബെത്ലഹേമിലും സമീപ പ്രദേശങ്ങളിലുള്ള ശിശുക്കളെ വധിക്കുമ്പോൾ, ഇവിടെ ഇസ്രായേൽ ജനതയുടെ തന്നെ പൂർവ്വ മാതാവായിരുന്ന റാഹേൽ വിലപിക്കുന്നതായിട്ടാണ് സുവിശേഷൻ അവതരിപ്പിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ചരിത്രത്തിലെ 1-2 സംഭവങ്ങൾ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. റാമായിൽ നിന്നൊരു ശബ്ദം, വിലാപത്തിന്റെ ശബ്ദം ഉയരുന്നു, കരച്ചിലിന്റെ ശബ്ദം ഉയരുന്നു എന്നാണല്ലോ നമ്മൾ ജെറമിയായുടെ പുസ്തകം നമ്മൾ വായിക്കുന്നത്. 31-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ റാമായിൽ നിന്നൊരു സ്വരം, കരച്ചിൽ കേൾക്കുന്നു, റാഹേൽ തൻ്റെ മക്കളെ പ്രതി കരയുന്നു എന്ന് പറഞ്ഞിരുന്ന ഭാഗമാണ് ജെറമിയായുടെ പുസ്തകം 31-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ആ പ്രവചനമാണ് ഈ ശിശുക്കളുടെ വധത്തിന് സമയത്ത് നിറവേറിയതെന്നാണ് മത്തായി ശ്ലീഹ പറയുന്നത്. എന്തുകൊണ്ടാണിത് പറയുന്നത്? എന്താണ് ഈ പറയുന്ന ബെത്ലഹേമും റാഹേലുമായുള്ള ബന്ധം? റാമ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു റാഹേൽ മരിക്കുന്നതും സംസ്കരിക്കപ്പെടുന്നത് ഈ സ്ഥലത്താണ്. അപ്പോൾ ഇത് ജെറൂസലമിൽ നിന്ന് 5-6 കിലോമീറ്റർ മാത്രം അകലമുള്ള സ്ഥലമാണിത്. അപ്പോൾ അത് ബെത്ലഹേമിൽ നിന്നും അധികം ദൂരമല്ല. അപ്പോൾ ആ പ്രദേശത്തായിരുന്നു റാഹേലിനെ സംസ്കരിച്ചിരുന്നത്. അപ്പോൾ റാഹേലിൻ്റെ മക്കളുടെ കുഞ്ഞു മക്കളാണ് ഇവിടെ ഹെരോദിന്റെ വാളിനിരയാകുന്നത്. അതുകൊണ്ട് വല്യമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിക്കുന്നു എന്നാണ് ആ പ്രവചനമാണ് ജെറമിയ പറഞ്ഞിരുന്നതെന്നും അത് പൂർത്തിയാകുന്നുവെന്നുമാണ് മത്തായി ശ്ലീഹ പറയുന്നത്. ഇനി ചരിത്രപരമായ മറ്റൊരു പ്രാധാന്യം കൂടി അതിനുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് വെച്ചാണ്, റാമായിൽ വെച്ചാണ് ബാബിലോണിയക്കാര് അവിടെ ഉണ്ടായിരുന്ന യഹൂദരെ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് അവരെ ഒന്നിച്ചു ചേർത്തത്. ജെറമിയായുടെ പുസ്തകം തന്നെ 40-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇസ്രായേൽ ജനത അടിമത്തത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നതിനുണ്ടായ പശ്ചാത്തലം, അതും ഈ പശ്ചാത്തലത്തിലായിരുന്നു. അതും റാഹേലിനെ സംബന്ധിച്ച് വലിയ ദുഃഖത്തിന്റെ കാരണമായിരുന്നു. ജെറമിയായുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ ഈ വിലാപത്തെക്കുറിച്ച് പറയുമ്പോൾ ബാബിലോണിൽ അവർ അനുഭവിച്ചിരുന്ന ആ വേദനയെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 31-ാം അധ്യായത്തിൽ തുടർന്ന് വരുന്ന വാചകങ്ങൾ നമ്മൾ കാണുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നത്, ഈ കരച്ചിലിൽ നിന്നും നിങ്ങളുടെ നയനങ്ങളെ അസുരുക്കളിൽ നിന്നും പിൻവലിക്കൂ, ശത്രുവിൻ്റെ ദേശത്തു നിന്ന് നിങ്ങളെ ഞാൻ തിരികെ കൊണ്ടുവരും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നത് ജെറമിയ പറയുന്നുണ്ട്. കാരണവും 31-ാം അധ്യായം 20-ാം വാക്യത്തിൽ പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ്, എഫ്രായിം എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ, എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു, എനിക്ക് അവനോട് തീവ്രമായ ആർദ്ര എന്ന് ജെറമിയ പറയുന്നുണ്ട്. ജെറമിയയുടെ പുസ്തകം ഈ അധ്യായത്തിൽ തന്നെയാണല്ലോ, 31-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിലാണല്ലോ മിശിഹായിൽ പൂർത്തിയാകാൻ പോകുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ച് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നതും, സീനാ ഉടമ്പടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നതുമല്ല. അപ്പോൾ
ആ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായിട്ടാണ് ഇവിടെ മിശിഹായുടെ ഈ ജനന സമയത്ത് നടക്കുന്ന ഈ സംഭവമെന്ന് ഇവിടെ പ്രവാചകനിലൂടെ ദൈവം സൂചിപ്പിച്ചത്, മുൻകൂട്ടി അറിയിച്ചിരുന്നത് ഈ സംഭവങ്ങളിലൂടെ പൂർത്തിയാകുന്നുവെന്ന് മത്തായി സുവിശേഷൻ പറയുകയാണ്. പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായനയിൽ ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് ആദിമസഭയിൽ മിശിഹായെ പ്രതി സഹിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വന്നവരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ കുഞ്ഞിപ്പൈതങ്ങൾ എപ്രകാരം സഹിക്കുകയും രക്തസാക്ഷികളായി തീരുകയും ചെയ്തുവോ അതേ പാത തന്നെ പിന്തുടർന്നിരുന്നവരുടെ ചരിത്രമാണ് ഹെബ്രായ ലേഖകൻ 11-ാം അധ്യായത്തിൽ വിശ്വാസം മൂലം സിംഹങ്ങളുടെ വായു പൂട്ടിയവരെക്കുറിച്ചും അഗ്നിയുടെ ശക്തി കെടുത്തിയവരെയും വാളിൻ്റെ വായുത്തലിൽ നിന്ന് രക്ഷപ്പെട്ടവരെയും കുറിച്ചൊക്കെ അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചവരാണവർ. യുദ്ധത്തിൽ ശക്തമായി തീർന്നവരാണ്. വിദേശ സേനകളെ തിരിച്ചോടിച്ചവരാണ്. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട ഉത്ഥാനം പ്രാപിക്കുവാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർ കൂട്ടാക്കിയുമില്ല. ചിലർ പരിഹാസവും ചാട്ടവാറടിയും ബന്ധനവും കാരാഗ്രഹവും വാസവും സഹിച്ചു. ചിലർ കല്ലെറിയപ്പെട്ടു. ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു. ചിലർ ഗുഹകളിലും മരുഭൂമികളിലുമായി അലഞ്ഞു തിരിയേണ്ടി വന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലാതെ പോയി എന്നാണ് ഹെബ്രായ ലേഖകന്റെ കൺക്ലൂഷൻ. മിശിഹായ്ക്ക് വേണ്ടി സഹിക്കുന്നവർ എപ്രകാരം സന്തോഷത്തോടെ ആ സഹനത്തെ സ്വീകരിക്കുന്നു. ആ രക്തസാക്ഷികൾ, അത് മിശിഹായ്ക്ക് വേണ്ടിയുള്ള രക്തസാക്ഷിത്വമാണ്, അത് ജീവനിലേക്കുള്ളതാണ്. ദൈവമാണ് രക്ഷകൻ, ആ രക്ഷകനാണ് മിശിഹ എന്നുള്ളത് ഏറ്റുപറയുന്നതിൽ സഹിക്കേണ്ടി വന്നവരുടെ ആദിമസഭയിലെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെയുള്ളവരുടെ സഹനത്തിൻ്റെ ചരിത്രമാണ് ഹെബ്രായ ലേഖകൻ വിവരിക്കുന്നത്. ഇതേ ലൈനിൽ തന്നെയാണ് ആദിമ സഭാചരിത്രകാരനായ യൗസേബിയൂസ് തൻ്റെ എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി തിരുസഭാ ചരിത്രത്തിൽ ഭാഗത്ത് 9-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ഖണ്ഡികയിൽ ഈ വർഷം നമ്മൾ 1700-ാം വർഷം ആചരിച്ച നിക്യാ സൂനകദോസിൽ പങ്കെടുത്ത പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ 325-ലെ സൂനകദോസിൽ സിനഡിൽ പങ്കെടുത്ത പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോഴും അവിടെ എത്തിയിരുന്ന പിതാക്കന്മാരെല്ലാവരും തന്നെ ഈ മതപീഡനത്തിൻ്റെ മുറിവുകൾ, അടയാളങ്ങൾ പേറിയിരുന്നവരായിരുന്നുവെന്ന് വളരെ ഹൃദയവേദയോടെ രേഖപ്പെടുത്തുന്ന നമ്മൾ കാണുന്നുണ്ട്. അവിടെ എത്തിയിരുന്ന പലരും മുടന്തിയാണ് എത്തിയിരുന്നത്. കണ്ണ് നഷ്ടപ്പെട്ടവരുണ്ടായിരുന്നു, ചെവി ഛേദിക്കപ്പെട്ടവരുണ്ടായിരുന്നു, പല്ലുകൾ പിഴുതെറിയപ്പെട്ടവരുണ്ടായിരുന്നു, നഖം നീക്കപ്പെട്ടവരുണ്ടായിരുന്നു, വിരലുകൾ വെട്ടിമുറിച്ച് മാറ്റപ്പെട്ടവരുണ്ടായിരുന്നു, ഒരു കണ്ണ് ചുഴന്നെടുത്ത് കളയപ്പെട്ടവർ പോലും അവിടെ കൊടുത്തുണ്ടായിരുന്നു. ഇപ്രകാരം അംഗവിഹീനരായി ഉള്ള പിതാക്കന്മാർ ആണ് ഈ 4-ാം നൂറ്റാണ്ടിലെ നിക്യാ സൂനകദോസിൽ പങ്കെടുത്തതെന്ന് പറയുമ്പോഴും കുഞ്ഞിപ്പൈതങ്ങളുടെ അതേ പാതയിൽ തന്നെ, ഹെബ്രായ ലേഖകൻ പറയുന്ന അതേ രക്തസാക്ഷികളുടെ പാതയിലാണ് ആദിമസഭയും വളർന്നത് എന്നുള്ളതിൻ്റെ വിവരണമാണ് യൗസേബിയൂസ് നമുക്ക് നൽകുന്നത്. ഈ വിശ്വാസം, നമ്മൾ ഏറ്റവും വിശ്വാസ പ്രമാണം, നമ്മൾ നിക്യാ വിശ്വാസ പ്രമാണമാണല്ലോ, നിക്യാ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണമാണ് നമ്മൾ ഏറ്റുചൊല്ലുന്നത് ഓരോ കുർബാനയിലും. അപ്പോൾ ഈ വിശ്വാസ പ്രമാണം ഏറ്റുപറ്റുമ്പോൾ ആ വിശ്വാസ പ്രമാണം രൂപം കൊണ്ട പശ്ചാത്തലം, അത് ഈ രക്തസാക്ഷികളുടെ ചുടുദിനത്തിലാണ് ഈ സഭ വളരുന്നത്. ആ മുറിവേറ്റ അംഗവിഹീനരായിരുന്ന, കണ്ണ് ചുഴന്നെഴുതപ്പെട്ട, അല്ലെങ്കിൽ കൈവിരലുകളില്ലാതിരുന്ന, നഖങ്ങൾ പഴുതെറിയപ്പെട്ട ആ പിതാക്കന്മാരാണ് ആ വിരലുകളില്ലാതെ, കൈകളില്ലാതെ രേഖപ്പെടുത്തിയ വിശ്വാസ പ്രമാണമാണ് നമ്മൾ നേരിട്ട് ചൊല്ലുന്നത് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാതിരിക്കാം. ഇന്നും ഇതേ പാത തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നൈജീരിയയിലും കോങ്കോയിലും കെനിയയിലും മൊസാംബിക്കിലും സുഡാനിലും ബുർക്കിന ഫാസോയിലുമെല്ലാം ഇസ്ലാമിക ഭീകരർ അവർ ക്രൂരമർദ്ദനം, ഈശോയിൽ വിശ്വസിക്കുന്നതിന് ഏക കാരണത്തിൻ്റെ പേരിൽ മതമർദ്ദനത്തിന് വിധേയരാക്കുകയും നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും ക്രൂരമായി വധിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ഓരോ ദിവസവും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ കുഞ്ഞിപ്പൈതങ്ങളുടെ പാതയിൽ തന്നെയാണ്, ഹെബ്രായ ലേഖകൻ വിവരിക്കുന്ന അതേ പാതയിൽ തന്നെയാണ്, യൗസേബിയൂസ് സഭാചരിത്രത്തിൽ വിവരിക്കുന്ന അതേ പാതയിൽ തന്നെയാണ് ഇന്നും ആഫ്രിക്കയിലെ വിശ്വാസികൾ നീങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. രക്തസാക്ഷിത്വത്തിലൂടെയാണ് മിശിഹായ്ക്ക് സത്യമായ സാക്ഷ്യം യഥാർത്ഥ വിശ്വാസികൾ നൽകിയത്. നമുക്കും സാക്ഷ്യം വഹിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അത് അനധിവിദൂരമാണെന്ന് നമ്മൾ കരുതേണ്ടതില്ല. വിശ്വാസത്തെ പ്രതി നമ്മളും പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ അവിടെ മിശിഹായ്ക്ക് വേണ്ടി ധൈര്യപൂർവ്വം സാക്ഷ്യം വഹിക്കുവാൻ
ഈ കുഞ്ഞു പൈതങ്ങളെ പോലെ ജീവൻ സമർപ്പിക്കുവാൻ, ഹെബ്രായ ലേഖനത്തെ പറയുന്നത് പോലെ അവർ കാണിച്ചതുപോലെയുള്ള ധൈര്യം പ്രദർശിപ്പിക്കുവാൻ, യൂസേബിയൂസിൻ്റെ സഭാചരിത്രത്തിൽ നിക്യാസ് സുനോദോസിൽ പങ്കെടുത്ത പിതാക്കന്മാർ അനുഭവിച്ച ആ വേദനയും സഹനവും നമ്മുടെ ജീവിതത്തിലും ഏറ്റുവാങ്ങുവാൻ, അങ്ങനെ മിശിഹായാണ് ഏക രക്ഷകൻ എന്നുള്ള സത്യം ലോകത്തോട് പ്രഘോഷിക്കുവാൻ ഈ തിരുനാൾ ആഘോഷങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.